ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് പി എസ് സി. റിസർച്ച് ഓഫീസർ ഇൻ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ എക്സാം സ്ലോട്ട് 2026 പി എസ് സി കലണ്ടറിൽ പ്രകാരം ഈ ഒരു പരീക്ഷ നടക്കാൻ സാധ്യതയുള്ള ഒരു എക്സാം സ്ലോട്ട് പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാനാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ എക്സാം ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. കാറ്റഗറി നമ്പർ 414/2025 ആണ്. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് റിസർച്ച് ഓഫീസർ പോസ്റ്റിലേക്കാണ് നിയമനം നടക്കുന്നത്. 20 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഏജ് ലിമിറ്റിലുള്ളവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാം. 51,400 രൂപ മുതൽ 1,10,11,300 രൂപ വരെ സാലറി സ്കെയിലിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഗ്ലാമറസ് പോസ്റ്റ് തന്നെയാണിത്. അപ്പോൾ ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ടത് ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എക്കണോമിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ മാത്തമാറ്റിക്സ് ഓർ കൊമേഴ്സ് ആണ്. ഒരു റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള UGC റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഈ പറയുന്ന ഡിസിപ്ലിൻസിൽ എക്കണോമിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മാത്തമാറ്റിക്സിലാണ് നിങ്ങളുടെ PG എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രിയിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിട്ട് ഒരു സബ്ബായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ. അതുപോലെ നിങ്ങൾക്ക് കൊമേഴ്സിലാണ് PG എങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സോ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സോ അരിത്തമെറ്റിക് സ്റ്റാറ്റിസ്റ്റിക്സോ നിങ്ങൾ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. നിങ്ങളുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി ലെവലിൽ തീർച്ചയായിട്ടും ഒരു സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് എക്സാം സ്ലോട്ട് പരിശോധിക്കുകയാണെങ്കിൽ ജൂൺ മുതൽ ഓഗസ്റ്റ് വരെ ഉള്ള ആ ഒരു ടൈം പീരീഡിലായിരിക്കും ഈ ഒരു എക്സാം നടക്കാനായിട്ട് സാധ്യത. ഓക്കെ. അപ്പോൾ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് ഒരു 3 മാസത്തെ ഒരു ടൈം പീരീഡാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സാധാരണ PSCയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് ആദ്യ മാസങ്ങളിൽ തന്നെ കഴിഞ്ഞ എക്സാമുകളെല്ലാം നമ്മൾ ചെക്ക് ചെയ്താൽ മനസ്സിലാവും, എക്സാം സ്ലോട്ടിൽ നൽകിയിരിക്കുന്നതിൻ്റെ ആദ്യ മാസങ്ങളിൽ തന്നെ പരീക്ഷ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സിലബസ് നിങ്ങൾ കവർ ചെയ്ത് തീർക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജൂൺ 1st ഓർ 2nd വീക്ക് മാക്സിമം അവിടെ ആ ഒരു ദിവസങ്ങളിൽ തന്നെ എക്സാം നടക്കും എന്നുള്ള രീതിയിൽ തന്നെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സമയബന്ധിതമായിട്ട് ആ ഒരു സിലബസ് കവർ ചെയ്യാനും ഉയർന്ന റാങ്കിലേക്ക് എത്താനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു പരീക്ഷയുടെ സിലബസ് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. 40 മാർക്കിനാണ് സ്റ്റാറ്റിസ്റ്റിക്സ് പാർട്ടിൽ നിന്ന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നത്. അതാണ് ഫസ്റ്റ് പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എക്കണോമിക്സ് ആണ്. 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് പ്രതീക്ഷിക്കാവുന്നത്. ഇതൊരു ഓവർവ്യൂ മാത്രമേ ആവുന്നുള്ളൂ. അതിനുശേഷം മാത്തമാറ്റിക്സിൽ നിന്ന് 20 മാർക്കിന്റെ ചോദ്യം. പിന്നെ ജനറൽ നോളേജ്, കറണ്ട് അഫയേഴ്സ്, റിനൈസൻസ് ഇൻ കേരള നവോത്ഥാനം എന്ന ടോപ്പിക്സ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു GK ടോപ്പിക്കായിട്ട് ഒരു 10 മാർക്കിന്റെ ചോദ്യങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാം. അങ്ങനെ ആകെ 100 മാർക്കിന്റെ ഒരു OMR എക്സാം ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നടക്കാനിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് നിങ്ങളെങ്കിൽ റിസർച്ച് ഓഫീസർ പരീക്ഷയുടെ ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് നിങ്ങളുടെ പരിശീലനം എളുപ്പമാക്കുന്നതിനും ഉയർന്ന റാങ്കിലേക്ക് എത്താനായിട്ടും നിങ്ങളെ സഹായിക്കുന്ന ഒരു ഓൺലൈൻ ക്രാഷ് കോഴ്സ് ബാച്ച് ടെക് PSC ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലൂടെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും നിങ്ങൾക്ക് ടെക് PSC ആപ്പിലൂടെ ലഭിക്കും. കൂടാതെ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും PDF ഫോർമാറ്റിൽ ലഭിക്കും. എക്സാം തീയതി വരെയും കോഴ്സിന് വാലിഡിറ്റി ഉണ്ടാവും. അപ്പോൾ അതുവരെ ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങൾ, ടോപ്പിക് വൈസ് എക്സാംസ്, ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനോട് കൂടിയ ടോപ്പിക് വൈസ് എക്സാംസ് എഴുതാനുള്ള അവസരങ്ങൾ, അതോടൊപ്പം ഫീഡ്ബാക്കോട് കൂടിയ ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള മോഡൽ എക്സാംസ് അറ്റൻഡ് ചെയ്യാനുള്ള അവസരങ്ങൾ, ഇന്റർവ്യൂ ഗൈഡൻസ് സപ്പോർട്ട് എന്നിവയും ഈ ഒരു കോഴ്സിലൂടെ തീർച്ചയായിട്ടും ലഭിക്കും. അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും അഡ്മിഷൻ നേടുന്നതിനുമായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ടെക് PSCയുടെയും വിജയാശംസകൾ അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്.